വാഹനത്തിൻ്റെ അലൈൻമെൻറ്റിന് പ്രോബ്ലം വരുമ്പോഴാണ് വണ്ടികളുടെ ടയറുകൾ ഇങ്ങനെ ചെത്തി തേയുക. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ അലൈൻമെൻറ്റ് ചെയ്ത് ഫിക്സ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. സാധാരണ നമ്മുടെ കാറുകളിലൊക്കെ കാണുന്നത് പോലെ തന്നെയാണ് വലിയ വാഹനങ്ങൾക്കും, അതായത് ടിപ്പർ, ലോറി എന്നുള്ള വാഹനങ്ങൾക്കും അലൈൻമെൻറ്റ് ചെയ്യാറ്. ഈ സാധനമാണ് സെൻസറിൻ്റെ അഡാപ്റ്റർ. വാഹനം ഒരു റാമ്പിൻ്റെ മുകളിൽ കയറ്റി നിർത്തി എല്ലാ വീലുകളിലും സെൻസർ ഫിറ്റ് ചെയ്യാനുള്ള അഡാപ്റ്റർ ഘടിപ്പിക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. ഈ അഡാപ്റ്ററിൻ്റെ മുകളിലാണ് സെൻസർ ഘടിപ്പിക്കുന്നത്. ഇതുപോലെയുള്ള സെൻസറുകൾ ആ അഡാപ്റ്ററിന് മുകളിൽ ഫിറ്റ് ചെയ്ത് അത് ഓൺ ചെയ്ത് വയ്ക്കുന്നു. അതിനുശേഷം കമ്പ്യൂട്ടറിൽ നമ്മുടെ വാഹനം ഏത് കമ്പനിയുടേത്, അതിൻ്റെ മോഡൽ ഏത്, അതിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ എന്നിവ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. ഇതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ വാഹനത്തിനും അതിൻ്റെ ടയറിൻ്റെ പൊസിഷൻ്റെ മെഷർമെൻറ്റ് വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അത് ഫിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓരോ വാഹനത്തിൻ്റെ മെഷർമെൻറ്റും കറക്റ്റ് അറിയണം. അതറിയാൻ വേണ്ടിയാണ് ഇങ്ങനെ കമ്പ്യൂട്ടറിൽ എൻ്റർ ചെയ്ത് കൊടുക്കുന്നത്. ശേഷം ആ വാഹനത്തിൻ്റെ മെഷർമെൻറ്റ് നോക്കിയിട്ടാണ് അലൈൻമെൻറ്റ് ഫിക്സ് ചെയ്യാറ്. ഇത്രയും ഡീറ്റെയിൽസ് കൊടുക്കുന്നതോടുകൂടി നമ്മുടെ വാഹനത്തിൽ എത്ര ടയറുകളുണ്ട്, എത്ര ആക്സിലുണ്ട് എന്ന് ആ സിസ്റ്റത്തിൽ തെളിഞ്ഞു വരുന്നു. തുടർന്ന് സ്റ്റീറിംഗ് സെൻറ്റർ പൊസിഷനിൽ വെക്കുന്നതോടുകൂടി അലൈൻമെൻറ്റിൻ്റെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യുകയായി. അലൈൻമെൻറ്റ് തെറ്റിക്കിടക്കുന്ന വീലുകളിലെ റാഡുകൾ അഡ്ജസ്റ്റ് ചെയ്ത് വീഡിയോയിൽ കാണുന്നത് പോലെ ആ അലൈൻമെൻറ്റിലെ മെഷർമെൻറ്റുകളൊക്കെ ഫിക്സ് ചെയ്യുകയാണ് അടുത്തതായിട്ട് ഇവർ ചെയ്യാറ്. ഇതുപോലെ ഓരോ വീലുകളിലെയും അലൈൻമെൻറ്റ് ഈ അഡ്ജസ്റ്റർ റാഡുകൾ ഉപയോഗിച്ച് ഫിക്സ് ചെയ്യുന്നതോടുകൂടി അലൈൻമെൻറ്റിൻ്റെ പണികൾ പൂർത്തിയാവുകയായി. ഇതുപോലെ തന്നെയാണ് ഒരുവിധം എല്ലാ വാഹനങ്ങളിലും വീൽ അലൈൻമെൻറ്റ് ചെയ്യാറ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ.